السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. اتقوا الله عباد الله. عن عبد الله بن عمر رضي الله تعالى عنه قال: كان رسول الله صلى الله عليه وسلم إذا أفطر قال: ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്: കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അഫ്തറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിക്കുന്ന വേളയിൽ അവിടുന്ന് പറയുമായിരുന്നു: ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഈ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യമാക്കുമായിരുന്നു എന്നാണ്. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ദഹബൽ ലമഉ, ദാഹം ഇതാ പോയിരിക്കുന്നു, ശമിച്ചിരിക്കുന്നു. വബ്തല്ലത്തിൽ ഉറൂഖു, അതുപോലെ തന്നെ നരമ്പുകളെല്ലാം നനയുകയും ചെയ്തിരിക്കുന്നു. വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നോമ്പിന് എന്തൊരു പ്രതിഫലമാണോ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്, ആ പ്രതിഫലം ഇതാ സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കുന്ന വേളയിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും നോമ്പ് തുറക്കുന്ന വേളയിൽ ഈ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിത്യജീവിതത്തിൽ പാലിച്ചിരുന്ന പല സുന്നത്തുകളും നമ്മൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒക്കെ നമ്മൾ ഒഴിവാക്കാറാണ് പതിവുള്ളത്. ഒന്നാമത് ഈ പ്രാർത്ഥന തന്നെയാണ്. നോമ്പ് തുറക്കുന്ന വേളയിൽ ഈ ഒരു പ്രാർത്ഥന പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്, ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന വേളയിൽ നമ്മൾ ആദ്യം വെള്ളം കൊണ്ടോ അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൊണ്ടോ മറ്റൊന്നുമല്ല നമ്മുടെ നോമ്പ് മുറിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിച്ചിരുന്നത് നനഞ്ഞ, അതായത് പഴുത്ത ഈത്തപ്പഴം കൊണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നല്ല കടിച്ചാൽ കിട്ടുന്ന അങ്ങനെയുള്ള പഴുത്ത ഈത്തപ്പഴങ്ങൾ കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറന്നിരുന്നത്. ഇനി അതും കിട്ടിയില്ല എങ്കിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരക്ക കൊണ്ട്, എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള, കടിച്ചാൽ പെട്ടെന്ന് കിട്ടാത്ത ആ രൂപത്തിലുള്ള കാരക്ക കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കിട്ടിയില്ലെങ്കിൽ രണ്ടാമതായി നോമ്പ് തുറന്നിരുന്നത്. ഇനി അതും കിട്ടിയില്ലെങ്കിലാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊണ്ട് നോമ്പ് തുറന്നത്. അപ്പോൾ ആ ഓർഡർ നമ്മളും പാലിക്കാം. നമുക്കിപ്പോൾ സുലഭമായിട്ട് ഈത്തപ്പഴം മറ്റൊക്കെ കിട്ടുന്ന അവസ്ഥ തന്നെയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്യാന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ ഈത്തപ്പഴം കൊണ്ട് തന്നെ നോമ്പ് മുറിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മളൊക്കെ നോമ്പ് തുറക്കുന്ന വേളയിൽ അതിനെന്ത് ചെയ്യുന്നുണ്ടാവും, ബാങ്ക് വിളിക്കുന്നുണ്ടാവും. മറ്റിതര എല്ലാ ബാങ്കിനും നമ്മൾ മറുപടി കൊടുക്കാറുണ്ട്. പക്ഷേ മഗ്രിബിൻ്റെ സമയത്ത് വിളിക്കുന്ന ബാങ്കിന് പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കാരണത്താലോ നമ്മുടെ മറ്റ് ശുഗല് കാരണത്താലോ ഒക്കെ നമ്മൾ ബാങ്കിന് മറുപടി കൊടുക്കാറില്ല. അതോടൊപ്പം തന്നെ ആ ബാങ്കിൻ്റെ ശേഷമുള്ള ദുആഉം നമ്മൾ എന്ത് ചെയ്യാറില്ല, തീരെ പരിഗണിക്കാറില്ല എന്നതാണ്. അപ്പോൾ അത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യാം, ബാങ്കിന് മറുപടി കൊടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ആ ബാങ്കിന് ശേഷമുള്ള ദുആവും എന്ത് ചെയ്യുക, പരിഗണിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ നോമ്പ് തുറക്കുന്ന വേളയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.